ॐ जडाधरं पाण्डुरङ्गं शूलहस्तं कृपानिधिं सर्वरोगहरं देवं ദത്താത്രേയം അഹം ഭജേത്. ഗുരുപരമ്പരയ്ക്കും പി കേശവൻ നമ്പൂതിരിക്കും പ്രണാമം. ശ്രീപാദ ശ്രീവല്ലഭ ചരിതാമൃതാകാരേണ ഗുരുദത്താത്രേയ ശ്രീപാദ ശ്രീവല്ലഭ പരബ്രഹ്മണേ നമഃ. അധ്യായം 2 ഭാഗം 2. ശങ്കരഭട്ടന് ചെരുപ്പുകുത്തി നൽകിയ ഉപദേശം. സങ്കീർത്തനാനന്തരം ചെരുപ്പുകുത്തി എൻ്റെ അടുത്ത് വന്നു. അയാളുടെ കണ്ണുകളിൽ നിന്ന് സഹാനുഭൂതി നിറഞ്ഞൊഴുകിയിരുന്നു. അയാളുടെ കണ്ണുകൾ ആത്മാനുഭൂതിയുടെ സൂചന നൽകിയിരുന്നു. അയാൾ ഒരു യോഗിയാണോ എന്ന് എനിക്ക് സംശയം തോന്നി. അയാൾ എന്നോട് പറഞ്ഞു, ശ്രീമാൻ, എൻ്റെ പേര് വല്ലഭദാസു എന്നാണ്. ഞാൻ മൃഗങ്ങളുടെ തോലുകൊണ്ട് തൊഴിൽ ചെയ്യുന്ന ഒരു കൈത്തൊഴിൽക്കാരനാണ്. താഴ്ന്ന ജാതിയിൽ ജനിച്ചവനാണ്. അതിനെപ്പറ്റി സംശയമില്ല. എങ്കിലും എനിക്ക് അങ്ങയോട് ചില കാര്യങ്ങൾ അറിയിക്കുവാനുണ്ട്. അങ്ങയുടെ പേര് ശങ്കരഭട്ട് എന്നാണെന്നും അങ്ങ് ശ്രീപാദ ശ്രീവല്ലഭനെ ദർശിക്കുവാൻ പോകുകയാണെന്നും എനിക്കറിയാം. അതുമാത്രമല്ല, എന്തുകൊണ്ടാണ് വഴിക്ക് കാക്കകളും പാമ്പുകളും അങ്ങയെ ക്ലേശിപ്പിച്ചത് എന്നും എനിക്ക് അറിയാം. ഞാൻ അത്ഭുതപ്പെട്ടു. അയാൾ ജ്യോത്സ്യത്തിൽ നൈപുണ്യം നേടിയവനായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. ഉടനെ അയാൾ പറഞ്ഞു, ശ്രീമൻ, ഞാനൊരു ജ്യോത്സ്യനല്ല. ശ്രീക്ഷേത്ര പീഠികാപുരം മഹാന്മാരായ പണ്ഡിതന്മാരുടെ നാടാണ്. സാക്ഷാൽ സാംഗവേദാർത്ഥ സാമ്രാട്ട് വേദവിജ്ഞാനിയായ ചക്രവർത്തി മല്ലാദി ബാപ്പന്നാവധാനി ജീവിച്ചിരുന്ന സ്ഥലമാണ് അത്. വേദങ്ങൾ പരതത്വത്തെ വർണ്ണിക്കുവാൻ ശ്രമിച്ചു. ആ പ്രതിഭാസത്തെ കൃത്യമായി പറയുവാൻ അവയ്ക്ക് കഴിഞ്ഞില്ല. നേതി നേതി, ഇതല്ല സത്യം, ഇതല്ല സത്യം എന്ന് എല്ലാറ്റിനെയും നിരാകരിക്കുവാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. പരതത്വത്തിൻ്റെ പ്രകൃതം അങ്ങനെയുള്ളതാണ്. പരതത്വം ശ്രീപാദ ശ്രീവല്ലഭനായി ജനിച്ച പുണ്യഭൂമിയാണ് പീഠികാപുരം. വരട്ടു വേദാന്തം കൊണ്ടും നിരർത്ഥകമായ തർക്കങ്ങൾ കൊണ്ടും ശ്രീപാദ ശ്രീവല്ലഭൻ്റെ അനുഗ്രഹം നേടുവാൻ കഴിയുകയില്ല. ശ്രീപാദൻ്റെ കാരുണ്യം നേടുവാൻ പാണ്ഡിത്യമേന്മ ആവശ്യമില്ല. നേരെ മറിച്ച് പാണ്ഡിത്യഗർവം നമ്മെ അദ്ദേഹത്തിൽ നിന്ന് വളരെ ദൂരേക്ക് അകറ്റുകയേ ചെയ്യുകയുള്ളൂ. അങ്ങയെ കൊത്തിയ കാക്കകൾ അവയുടെ പൂർവ്വജന്മത്തിൽ പീഠികാപുരത്ത് ജീവിച്ച മഹാപണ്ഡിതന്മാരാണ്. അവർക്ക് ശ്രീവല്ലഭൻ്റെ ദിവ്യമായ പ്രകൃതത്തെയോ അദ്ദേഹം ഭഗവാൻ ദത്തനാണ് എന്ന വസ്തുതയെയോ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവർ അവരുടെ ജീവിതങ്ങൾ മുഴുവൻ പാഴാക്കി. അവർക്ക് വേദങ്ങൾ മേലോട്ടും കീഴോട്ടും ചൊല്ലുവാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് എന്തു പ്രയോജനം? അവർ അവരുടെ ധിക്കാരം പ്രദർശിപ്പിച്ചുകൊണ്ട് ക്രമ, ഘന, ജഡ, സ്വാധ്യായ പോലുള്ള വാക്കുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കും. മരണശേഷം അവർ സ്വർഗത്തിലേക്ക് പോയി. ഇന്ദ്രൻ അവരെ ശ്ലാഘിച്ച് ഇപ്രകാരം പ്രശംസകൾ ചൊരിഞ്ഞു. ഓ, അങ്ങ് ക്രമാന്തനാണ്, അങ്ങ് ഘനാപാടിയാണ്, അങ്ങ് ജഡിയാണ്, അങ്ങ് തർക്കപ്രവീണനാണ്. എന്തൊരു ഭാഗ്യം, എന്തൊരു സുഹൃതം! നിങ്ങൾ എത്ര പ്രാവശ്യം നൂറുകണക്കിനും ആയിരക്കണക്കിനും വേദം ചൊല്ലിയിട്ടുണ്ട്. എന്തൊരു സുഹൃതം, എന്തൊരു സുഹൃതം! ആ അർഹത കൊണ്ടാണ് നിങ്ങൾക്ക് സ്വർഗത്തിലെത്താൻ കഴിഞ്ഞത്. ഇന്ദ്രലോകവാസികളെല്ലാം അവരെ പ്രശംസിച്ചു. എങ്കിലും അവർ ബിഷപ്പിൻ്റെ പീഡ അനുഭവിച്ചു. ദിവ്യമായ അമൃതം സ്വർഗത്തിൽ ലഭ്യമായിരുന്നു. അത് കഴിച്ചാൽ വിശപ്പും ദാഹവും ശമിക്കുമെന്ന് അവർ കേട്ടിട്ടുണ്ട്. ആരും അവരുടെ കാര്യം ശ്രദ്ധിക്കാത്തതുകൊണ്ട് അവർ തങ്ങളുടെ പ്രശ്നം ഇന്ദ്രനോട് നേരിട്ട് ഉണർത്തിച്ചു. ഇന്ദ്രൻ പറഞ്ഞു, വേദം ദൈവത്തിൻ്റെ ശ്വസനോച്ഛ്വാസനങ്ങളുടെ രൂപമാണ്. ദൈവം അനന്തനും അനശ്വരനുമാണ്. അതുകൊണ്ട് വേദങ്ങളും അനശ്വരമാണ്. വേദങ്ങൾ എല്ലാ ധർമ്മങ്ങളുടെയും അടിസ്ഥാനമാണ്. വേദങ്ങൾ ചൊല്ലുന്നതിലൂടെ നിങ്ങൾ ഈശ്വരനെ സ്തുതിക്കുകയായിരുന്നു. അതിനുള്ള ബഹുമതിയായി സ്വർഗവാസികൾ നിങ്ങളെ അതിയായി സ്തുതിക്കുന്നു. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് എന്നിൽ നിന്ന് പ്രശംസ ലഭിക്കുമായിരുന്നോ? ഒരാൾക്ക് ആഹാരം കിട്ടണമെങ്കിൽ അയാൾ മറ്റുള്ളവർക്ക് ആഹാരം കൊടുത്തിരിക്കണം. 1 മണി ധാന്യം കൊടുത്തവന് ഞങ്ങൾ സ്വർഗവാസികൾ 1000 മടങ്ങ് സമ്മാനമായി തിരിച്ചു നൽകും. നിങ്ങൾ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ സഹായിക്കാൻ കഴിയും? നിങ്ങൾ വേദം ചൊല്ലിയതുകൊണ്ട് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ലഭിച്ചു. അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ദ്രലോകം ഉള്ളിടത്തോളം കാലം ഇവിടെ താമസിക്കാം. അതിനുശേഷം മറ്റൊരു ലോകത്തിലേക്ക് പോകാം. ഇപ്രകാരം നിങ്ങൾക്ക് ശാശ്വതമായി നിലനിൽക്കാം. ഇന്ദ്രൻ്റെ വാക്കുകൾ കേട്ട അവർ
ക്ലേശകരമായ ഒരു സ്ഥിതിവിശേഷത്തെ അഭിമുഖീകരിക്കുകയായിരുന്നു. വിശപ്പും ദാഹവും സഹിച്ചുകൊണ്ട് അനന്തമായി ജീവിക്കുക എന്നത് നിശ്ചയമായും ദുസ്സഹമായ ഒരു ശിക്ഷയാണ്. ഇന്ദ്രൻ പറഞ്ഞു, നിങ്ങൾ പരിപാവനമായ പാതകയ ക്ഷേത്രത്തിൽ ജീവിച്ചു. നിങ്ങൾ ആണ്ടുതോറും ശ്രദ്ധയോ താൽപ്പര്യമോ കൂടാതെ പിതൃക്കൾക്ക് ശ്രാദ്ധ ചടങ്ങുകൾ നടത്തി. നിങ്ങൾ എപ്പോഴും അങ്ങനെയുള്ള ആചരണങ്ങൾക്ക് വേണ്ടി വരുന്ന ചെലവ് കണക്ക് കൂട്ടുകയായിരുന്നു. നിങ്ങൾക്ക് കഴിക്കുവാനുള്ള ഭക്ഷണ സാധനങ്ങൾ സ്വാദിഷ്ടമായിരിക്കണമെന്ന ചിന്തയിൽ മുഴുകുകയും ചെയ്തു. അങ്ങനെയുള്ള പവിത്രമായ ആചരണങ്ങളുടെ നടത്തിപ്പിൽ വേണ്ടതായ ശ്രദ്ധയോ ഭക്തിയോ നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഫലമായി നിങ്ങളുടെ പൂർവികന്മാർക്ക് അർഹിക്കുന്ന ശ്രേഷ്ഠമായ സ്ഥാനങ്ങൾ ലഭിക്കാതെ പോയി. നിങ്ങളുടെ പിന്തുടർച്ചക്കാരും അതുപോലെ തന്നെയാണ് പെരുമാറുന്നത്. നിങ്ങൾ ദീർഘകാലം ജീവിച്ചിരുന്നതിലും നിങ്ങളുടെ ചികിത്സയ്ക്കായി വളരെയധികം പണം ചെലവഴിക്കേണ്ടി വന്നതിലും നിങ്ങളുടെ മക്കൾ ഖേദിച്ചു. എത്ര ആഹാരം പാഴായിപ്പോയി എന്ന് അവർ ആശ്ചര്യപ്പെട്ടു. ശ്രീമൻ നാരായണൻ തന്നെ നിങ്ങൾക്കിടയിൽ ശ്രീപാദ ശ്രീവല്ലഭനായി അവതരിച്ചു. അദ്ദേഹം മുക്തിയിലേക്കുള്ള വഴി കാണിച്ചു തന്നപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ അധിക്ഷേപിച്ചു. നിങ്ങൾ നിരർത്ഥകമായ തർക്കങ്ങളിലും പ്രത്യാക്രമണങ്ങളിലും വിനോദിച്ചു. ഒരു അവതാരത്തിൻ്റെ സർവ്വവ്യാപിത്വം, സർവജ്ഞത്വം, സർവശക്തിത്വം പോലുള്ള ശുഭസൂചകമായ എല്ലാ സ്വഭാവവിശേഷങ്ങളും കാണാമായിരുന്നിട്ടും നിങ്ങൾക്ക് ശ്രീപാദ ശ്രീവല്ലഭനെ ശ്രീദത്തൻ്റെ അവതാരമായി തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ശ്രീപാദ ശ്രീവല്ലഭ നാമജപത്താൽ ദേഹം പവിത്രീകരിക്കപ്പെട്ട ഒരാളുടെ രക്തം കുടിക്കുന്നതുവരെ നിങ്ങൾ കാക്കകളായി നിങ്ങളുടെ പൂർവികന്മാരുടെ അരികിൽ നിൽക്കുവാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ശ്രീ വല്ലഭദാസു പറഞ്ഞു, ശങ്കരഭട്ട്, അതുകൊണ്ടാണ് അവർ കാക്കകളായി ജനിക്കാനും മുജ്ജന്മ സുഹൃതം കൊണ്ട് അങ്ങയുടെ രക്തം കുടിക്കുവാനും ഇടയായത്. അവർക്ക് ശ്രേഷ്ഠമായ സ്ഥാനം ലഭിക്കുകയും ചെയ്തു. ശ്രീ വല്ലഭദാസു ഒരു സാധാരണ മനുഷ്യനല്ലെന്നും ശ്രീപാദ ശ്രീവല്ലഭൻ്റെ കൃപ പൂർണ്ണമായി അയാൾക്ക് കിട്ടിയിട്ടുണ്ടെന്നും ഞാൻ ശ്രദ്ധിച്ചു. അയാൾ പിന്നെയും പറഞ്ഞു, ശ്രീമൻ, അങ്ങയുടെ ദേഹത്തിൽ നിന്ന് ഉത്ഭവിച്ച ഗന്ധത്താൽ ആകൃഷ്ടരായി എത്തിയ സർപ്പങ്ങളും മുക്തി നേടി. ഞാൻ പറഞ്ഞു, ശ്രീമാൻ വല്ലഭദാസു മഹാത്മാ, എന്താണിങ്ങനെ സംഭവിക്കാൻ കാരണം? എൻ്റെ ശരീരം കാക്കകൾക്കും സർപ്പങ്ങൾക്കും മറ്റു ജീവികൾക്കും ഭക്ഷണമായി ഉപയോഗിക്കുക എന്നത് ആവശ്യമായിരുന്നെങ്കിൽ അത് എനിക്ക് അത്യന്തം വേദനാജനകമായ ഒരു അനുഭവം കൂടി ആയിരുന്നു. ഏത് ജീവികളാലും ഏത് നിമിഷവും ആക്രമിക്കപ്പെട്ടേക്കാമെന്ന ഭീതിയിലാണ് ഞാൻ ജീവിക്കുന്നത്. ശ്രീ വല്ലഭദാസു പറഞ്ഞു, ശ്രീമാൻ, ഇതെല്ലാം ശ്രീപാദൻ്റെ ലീലകളാണ്. അങ്ങനെയുള്ള ഭയം വേണ്ട. ഭാവിയിൽ അത്തരത്തിലുള്ള ആപത്തുകൾ ഉണ്ടാവുകയില്ല. പ്രാണൻ കൊടുക്കുന്നവന് മാത്രമേ പ്രാണൻ എടുക്കുവാൻ അധികാരമുള്ളൂ. ദൈവത്തിൽ മാത്രമേ അപ്രകാരമുള്ള അധികാരം നിക്ഷിപ്തമായിട്ടുള്ളൂ. എങ്കിലും അങ്ങയുടെ പൂർവികരിൽ ചിലർ ചുടലയിലെ കാളീദേവിയെ ഉപാസിച്ചിരുന്നു. ആ മന്ത്രം ഉപയോഗിച്ച് അവർക്ക് ഇഷ്ടമില്ലാത്ത പലരെയും അവർ കൊന്നു. ആ മനുഷ്യരുടെ അസ്വാഭാവിക മരണത്തിന് ഉത്തരവാദികളായ അവർ വലിയ പാപമാണ് സമ്പാദിച്ചു വെച്ചത്. ആ പാപത്തിൻ്റെ ഫലമായി അവർ സർപ്പങ്ങളായി ജനിച്ചു. ആ കുടുംബത്തിൽ പിറന്ന അങ്ങേക്ക് അവരുമായി രക്തബന്ധമുണ്ട്. അങ്ങേക്ക് ശ്രീപാദൻ്റെ കാരുണ്യം ലഭിച്ചിട്ടുണ്ട്. ആ അനുഗ്രഹം കൊണ്ട് ഈ സംഭവം നടക്കുകയും അവർക്ക് മോക്ഷം ലഭിക്കുകയും ചെയ്തു. ബ്രാഹ്മണൻ സത്യാന്വേഷിയായിരിക്കണം. ക്ഷത്രിയൻ ധർമ്മനിഷ്ഠനായിരിക്കണം. വൈശ്യൻ കൃഷി, കന്നുകാലികളുടെ സംരക്ഷണം, ക്രയവിക്രയങ്ങളിൽ നൈപുണ്യം എന്നിവ ഉള്ളവനായിരിക്കണം. അതുകൊണ്ട് അയാൾ ശാന്തപ്രകൃതി ഉള്ളവനായിരിക്കണം. ശൂദ്രൻ സ്നേഹവും സേവന താൽപ്പര്യവും ഉള്ളവനായിരിക്കണം. എങ്കിൽ പോലും ദൈവകൃപയ്ക്ക് ജാതി മതവിശ്വാസം, ധനികനും ദരിദ്രനും ഇവയൊന്നും പരിഗണനാ വിഷയങ്ങളല്ല. ഒരു ബ്രാഹ്മണന് ക്ഷത്രിയധർമ്മം ആചരിക്കുകയും രാജാവാവുകയും ചെയ്യാം. ഒരു ക്ഷത്രിയൻ ബ്രഹ്മജ്ഞാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾക്ക് ബ്രാഹ്മണധർമ്മം കൈക്കൊള്ളാം. വൈശ്യനായ കുസുമശ്രേഷ്ഠി ക്ഷത്രിയധർമ്മം സ്വീകരിച്ച് രാജാവായില്ലേ? ബ്രാഹ്മണധർമ്മം അനുസരിച്ച് ശത്രുവിനെ കൊല്ലുന്നത് പാപമാണ്. ക്ഷത്രിയന് അത് വിധിക്കപ്പെട്ട കർത്തവ്യമാണ്. അങ്ങൊരു ബ്രാഹ്മണനാണ്, ഒരു സത്യാന്വേഷിയാണ്. അതുകൊണ്ട് അങ്ങേക്ക് അഹിംസ പരമമായ ധർമ്മമാണ്. എന്നാൽ ഒരു കശാപ്പുകാരന് അങ്ങനെയല്ല. അതുകൊണ്ട് ഒരാൾക്ക് തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് ശരിയായ ഫലം കിട്ടണമെങ്കിൽ അയാൾ സ്വീകരിച്ച ധർമ്മം അനുസരിച്ചുള്ള പ്രവൃത്തികൾ ചെയ്യണം.
ഏതു ജാതിയിൽ പിറന്നു എന്നതല്ല പ്രധാനം. ഇപ്പോൾ അങ്ങ് രോഗഗ്രസ്തനായതുകൊണ്ട് ഒരു വൈദ്യൻ്റെ കൂടെ ആയിരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് അങ്ങ് എൻ്റെ അടുത്തേക്ക് എത്തിയത്. ശ്രീപാദ ശ്രീവല്ലഭൻ ഓരോ നിമിഷവും നമ്മെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് ഓർമ്മിക്കുക. അങ്ങ് കുട്ടിക്കാലത്ത് കൂട്ടുകാരുമായി അതുമിതും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ശ്രീ വിഷ്ണു ഭഗവാനെക്കുറിച്ചുള്ള ധ്യാന ശ്ലോകം ചൊല്ലി. അത് ഗണേശ ഭഗവാനെക്കുറിച്ചുള്ള ഒരു സ്തുതിയുമായിരുന്നു. ശ്ലോകം ഇങ്ങനെ: ശുക്ലാം ഭരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. അങ്ങ് വിനോദത്തിനായി ശ്ലോകത്തിന് തെറ്റായി അർത്ഥം പറഞ്ഞു. ശുക്ലാം ഭരധരം എന്ന് വെച്ചാൽ വെളുത്ത വസ്ത്രം ധരിച്ച, വിഷ്ണു സർവവ്യാപിയായവനെ, ശശിവർണം വെളുത്ത ചാരനിറമുള്ളവനെ, ചതുർഭുജം 4 കൈകളുള്ളവനെ, അതിനു പകരമായി 4 കാലുകൾ ഉള്ളവനെ, പ്രസന്നവദനം തെളിവുള്ള മുഖമുള്ളവനെ. കഴുത ഉറക്കെ കരയുമ്പോൾ അതിന് സൗമ്യമായ മുഖമുണ്ടായിരിക്കും. ധ്യായേ ധ്യാനിക്കണം. കഴുതയുടെ മുഖം കാണുന്നത് സന്തോഷകരമായിരിക്കും. സർവവിഘ്നോപശാന്തയെ എല്ലാ വിഘ്നങ്ങളുടെ ശമനത്തിനായി കഴുത പിൻകാലുകൾ കൊണ്ട് മനുഷ്യരെ തൊഴിക്കും. ഇങ്ങനെയൊക്കെയാണ് ശങ്കരഭട്ട അതിന് അർത്ഥം പറഞ്ഞത്. ഇപ്രകാരം അങ്ങ് വിശുദ്ധമായ ഒരു പ്രാർത്ഥനയ്ക്ക് വഴി പിഴച്ച് ഒരു അർത്ഥം കൊടുത്തത് അതിനെ കഴുതയ്ക്കുള്ള ഒരു സ്തുതിയാക്കി മാറ്റി. ശങ്കരഭട്ട് ഭഗവാൻ ദത്തൻ സമർത്ഥനാണ്. അങ്ങ് കളിയായി ചെയ്തതാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ചെയ്ത തെറ്റുകൾ അദ്ദേഹം തിരുത്തും. അലക്കുകാരന്മാർ ഒരു കഴുതപ്പുറത്ത് കയറ്റിയാണ് അങ്ങയെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത്. ആ സമയത്ത് അങ്ങേക്ക് മണ്ണ് പുരണ്ട് ഒരു ചാരനിറമായിരുന്നു. മടിച്ചു നടന്നുകൊണ്ടാണ് അങ്ങ് ഇവിടേക്ക് വന്നത്. ചിലപ്പോൾ 4 കാലിന്മേൽ നടക്കുകയും ചെയ്തിരുന്നു. കിതച്ചുകൊണ്ട് 4 കാലിന്മേലാണ് അത്തിമരത്തിൻ്റെ ചുവട്ടിലേക്ക് അങ്ങ് എത്തിയതെങ്കിലും അങ്ങനെ പാമ്പുകളിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് കരുതിയെങ്കിലും അപകടം ഒഴിവാക്കുവാൻ അങ്ങേക്ക് കഴിഞ്ഞില്ല. വേദന കൊണ്ട് കോച്ചി വലിക്കാത്ത സമയങ്ങളിലെല്ലാം സൗമ്യമായ ഒരു മുഖഭാവമായിരുന്നു അങ്ങയുടേത്. ഒടുവിൽ അങ്ങ് ചെരുപ്പുകുത്തികളുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുവരപ്പെട്ടു. ഇത്ര വളരെ കഷ്ടപ്പാടുകൾക്ക് അങ്ങയെ വിധേയനാക്കിക്കൊണ്ട് ശ്രീപാദൻ നേരമ്പോക്കുണ്ടാക്കുകയും അങ്ങേക്ക് ഒരു ഗുണപാഠം നൽകുകയും ഞങ്ങൾക്ക് ഞങ്ങളുടെ നീചജന്മങ്ങളിൽ നിന്ന് വിമുക്തി നൽകുകയും ചെയ്തു. അങ്ങൊരു വിഷ്ണു ധ്യാന ശ്ലോകം ഒരു തമാശയായ രീതിയിലാണ് അങ്ങയുടെ കൂട്ടുകാരെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് അങ്ങേക്ക് ഈ ഉപദേശം എന്നെ പോലെയുള്ള ഒരു താഴ്ന്ന ജാതിക്കാരിൽ നിന്ന് കേൾക്കേണ്ടി വന്നത്. ഇന്ന് അങ്ങ് ഇവിടെയാണ്. നാളെ അങ്ങേക്ക് സ്വന്തം ജാതിക്കാരുടെ ഗൃഹത്തിൽ താമസിക്കാം. അങ്ങ് ഈ സംഭവം അബദ്ധത്തിലെങ്ങാനും വെളിപ്പെടുത്തിയാൽ അവർ അങ്ങേക്ക് ഭ്രഷ്ട് കൽപ്പിക്കും എന്ന ബോധം ഉണ്ടായിരിക്കണം. ശ്രീ വല്ലഭദാസുവിൻ്റെ ഉത്തമമായ ഉപദേശം കൊണ്ട് ബ്രാഹ്മണനാണെന്ന എൻ്റെ അഹങ്കാരം വളരെ കുറഞ്ഞു. അയാൾ ഒരു താഴ്ന്ന ജാതിക്കാരനാണെന്ന തോന്നൽ എനിക്കില്ലാതായി. രക്തബന്ധം ഉള്ളവനോടെന്ന പോലെ അയാളോട് എനിക്ക് സഹോദര സ്നേഹം തോന്നി. 2-3 ദിവസം അയാളുടെ കൂടെ താമസിച്ചതിനു ശേഷം ഞാൻ ആ ഗ്രാമത്തിൽ നിന്ന് പോയി. ശ്രീവല്ലഭൻ്റെ ദയയെക്കുറിച്ച് എങ്ങനെയാണ് വർണ്ണിക്കേണ്ടത്? വിചിത്രപുരം എന്ന ഒരു പട്ടണത്തിൽ വളരെ അസാധാരണമായ സ്ഥിതിവിശേഷങ്ങളിൽ ഞാൻ അകപ്പെടുകയും അസാധാരണമായ വിധം അതിൽ നിന്ന് പുറത്തു വരികയും ചെയ്തു. ഞാൻ വിചിത്രപുരത്ത് നടന്നു പോവുകയായിരുന്നു. വിനയവും വിധേയത്വവുമുള്ള ചില രാജകിങ്കരന്മാർ എൻ്റെ അടുത്ത് വന്ന് ഞാനൊരു വൈഷ്ണവനാണോ അതോ ശൈവനാണോ എന്ന് ചോദിച്ചു. ഞങ്ങൾ സ്മാർത്തന്മാരാണെന്നും ശിവനെയും കേശവനെയും വേർതിരിച്ചു കാണാറില്ലെന്നും എന്നാൽ ശൈവത്തിലേക്ക് ചെറിയൊരു ചായ്വുണ്ടെന്നും ശൃംഗേരി മഠത്തിലെ മഹാചാര്യൻ ശ്രീ ശങ്കരാചാര്യർ ഞങ്ങളുടെ ഗുരുവാണെന്നും ഞാൻ പറഞ്ഞു. അവരുടെ മഹാരാജാവിനെ സന്ദർശിക്കുവാൻ അവർ എന്നോട് അഭ്യർത്ഥിച്ചു. ഞാൻ അവരുടെ കൂടെ രാജസഭയിലേക്ക് പോയി. പോകുന്ന വഴിക്ക് വിചിത്രമായ ചില വിവരങ്ങൾ ഞാൻ മനസ്സിലാക്കി. രാജാവ് അന്നന്ന് കാണുന്ന ഏത് ബ്രാഹ്മണനെയും ക്ഷണിക്കുകയും അയാളോട് ഈ ചോദ്യം ചോദിക്കുകയും ചെയ്യും. അത്രയ്ക്ക് ഇത്രയാണെങ്കിൽ ഇത്രയ്ക്ക് എത്രയാണ്? തൃപ്തികരമായ ഒരു ഉത്തരം നൽകുവാൻ ആർക്കും കഴിഞ്ഞില്ല. കുറച്ച് സംവത്സരങ്ങൾക്ക് മുമ്പ് പുത്രന്മാർ ഉണ്ടാകുവാൻ വേണ്ടി രാജാവ് ഒരു യാഗം നടത്തിയിരുന്നു. ഭാഗ്യത്തിന് അദ്ദേഹത്തിന് ഒരു പുത്രൻ ജനിച്ചു. എന്നാൽ അയാൾ ഊമയായിരുന്നു. അന്നു മുതൽ ബ്രാഹ്മണർ ചില പ്രത്യേക കഷ്ടപ്പാടുകൾ അനുഭവിക്കാൻ തുടങ്ങി. ബ്രാഹ്മണർ ചെയ്ത യാഗത്തിൽ സംഭവിച്ച പോരായ്മകളാണ്
തൻ്റെ പുത്രൻ ഊമയാകാൻ കാരണമെന്നായിരുന്നു രാജാവിൻ്റെ വിശ്വാസം. അദ്ദേഹം പെട്ടെന്ന് അസംഗതമായ രീതിയിൽ പെരുമാറാൻ തുടങ്ങി. ശൈവന്മാരായ ബ്രാഹ്മണരുടെ തല മുഴുവനായി മുണ്ഡനം ചെയ്യിച്ച് അവരുടെ നെറ്റിയിൽ വൈഷ്ണവ രീതിയിൽ കുത്തനെ കുറിയിടിയിച്ച് കഴുതപ്പുറത്ത് കയറ്റി പ്രദർശിപ്പിച്ചു. അതുപോലെ വൈഷ്ണവ ബ്രാഹ്മണരെ തല മുണ്ഡനം ചെയ്യിച്ച് നെറ്റിയിൽ വിലങ്ങനെ ഭസ്മക്കുറിയിടിയിച്ച് കഴുതപ്പുറത്ത് കയറ്റി പ്രദർശിപ്പിച്ചു. ശൈവർക്കും വൈഷ്ണവർക്കും ഇത് അസഹ്യമായിരുന്നു. അദ്ദേഹം ബ്രാഹ്മണർക്ക് ചീരച്ചെടി ധാരാളമായി കൊടുത്തു. കൃഷിഭൂമിയുടെ നല്ലൊരു ഭാഗം ചീര കൃഷി ചെയ്യണമെന്ന് കൽപ്പിച്ചു. നികുതിയുടെ പകുതി ഭാഗം ചീരയായി സ്വീകരിച്ചു. വണ്ടിക്കണക്കിന് ചീര സംഭരിച്ചു കൂട്ടി. അത് ബ്രാഹ്മണർക്ക് വലിയ അളവിൽ ദാനം ചെയ്തു. അവർക്കത് മുഴുവൻ ഭക്ഷിച്ചു തീർക്കാൻ കഴിഞ്ഞില്ല. ബ്രാഹ്മണർക്ക് അരിയും മറ്റ് ആഹാര സാധനങ്ങളും പാചകം ചെയ്യുന്നത് വിലക്കി. പാചകം ചെയ്ത ചീര മുഖ്യ ആഹാരമായും പാചകം ചെയ്തതോ പച്ചയോ ആയ ചീര ലഘുഭക്ഷണമായും കഴിക്കാം. പാവങ്ങളായ ബ്രാഹ്മണർക്ക് എന്ത് ചെയ്യാൻ കഴിയും? തർക്കശാസ്ത്രത്തിൽ നിപുണരാണെന്നും തത്വജ്ഞാനികളാണെന്നും പുരാണങ്ങളിൽ മഹാപണ്ഡിതന്മാരാണെന്നും അഭിമാനിച്ചിരുന്ന ബ്രാഹ്മണരുടെ അഹംഭാവം നശിച്ചു. അവർ നിശബ്ദമായി ദയനീയമായ ഈ കഷ്ടാവസ്ഥയെ പരിഹരിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ബ്രാഹ്മണരുടെ ഇടയിൽ ദത്തസമ്പ്രദായത്തിൽ വിശ്വസിക്കുന്ന ഒരു ദത്തഭക്തൻ ഉണ്ടായിരുന്നു. ബ്രാഹ്മണരുടെ ശോച്യമായ അവസ്ഥയെ മാറ്റുവാൻ ഭഗവാൻ ദത്താത്രേയന് മാത്രമേ കഴിയുകയുള്ളൂ എന്നും ഭഗവാനെ സ്മരിക്കുക മാത്രം ചെയ്താൽ അദ്ദേഹത്തിൻ്റെ കനിവ് ലഭിക്കുമെന്നും അയാൾ പറഞ്ഞു. ബ്രാഹ്മണരെല്ലാം ഭഗവാൻ ദത്താത്രേയനെ ഭജിച്ചുകൊണ്ട് മണ്ഡലദീക്ഷ വ്രതം ആരംഭിച്ചു. മാധവൻ നമ്പൂതിരി എന്ന് പറയുന്ന ബ്രാഹ്മണനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് പിന്നെ പറയുന്നുണ്ട് വിശദമായിട്ട്. തൻ്റെ മകൻ ഊമയായതുകൊണ്ട് ഉമകൾക്കുള്ള ഭാഷാരീതി പ്രോത്സാഹിപ്പിക്കുവാൻ രാജാവ് നിശ്ചയിച്ചു. സംസാരശേഷി ഇല്ലാത്തവരുടെ ഭാഷയെക്കുറിച്ച് ഒരു ഗ്രന്ഥം എഴുതുവാൻ അദ്ദേഹം രാജഗുരുവിനോട് നിർദ്ദേശിച്ചു. രാജഗുരു ഒരു ധിക്കാരിയായിരുന്നു. ദയനീയാവസ്ഥയിലായിത്തീർന്ന അദ്ദേഹം ഊമഭാഷയിൽ വ്യാപകമായ ഗവേഷണം തുടങ്ങി. ശങ്കരഭട്ടും മഹാരാജാവും തമ്മിലുള്ള സംവാദം. എന്നെ രാജാവിൻ്റെ മുന്നിലേക്ക് കൊണ്ടുപോയി. ഞാൻ വല്ലാതെ വിയർത്തുകൊണ്ടിരുന്നു. ശ്രീപാദ ശ്രീവല്ലഭൻ എന്തെല്ലാം കഠിനമായ പരീക്ഷണങ്ങളാണ് എനിക്ക് തരുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ ശ്രീപാദൻ്റെ നാമം നിർത്താതെ ഉരുവിട്ടുകൊണ്ടിരുന്നു. എനിക്ക് മുമ്പെന്നും ഇല്ലാത്ത ഒരു ധൈര്യം ഉണ്ടായിക്കൊണ്ടിരുന്നു. രാജാവ് എല്ലാവരോടും ചോദിച്ച ചോദ്യം എന്നോടും ചോദിച്ചു. അത്രയ്ക്ക് ഇത്രയെങ്കിൽ ഇത്രയ്ക്ക് എത്രയാകും? ഞാൻ സഗൗരവം പറഞ്ഞു, ഇത്രയ്ക്ക് ഇത്ര മാത്രം. രാജാവ് അത്ഭുതപ്പെട്ടുപോയി. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഉത്തരമായിരുന്നു അത്. അദ്ദേഹം പറഞ്ഞു, മഹാത്മാ, അങ്ങ് മഹാനാണ്. അങ്ങയെ കാണാൻ കഴിഞ്ഞതുകൊണ്ട് ഞാൻ അനുഗ്രഹീതനായി. അടുത്ത കാലത്താണ് എനിക്ക് എൻ്റെ മുജ്ജന്മങ്ങളെക്കുറിച്ച് ഓർമ്മയുണ്ടായത്. കഴിഞ്ഞ ജന്മത്തിൽ ഞാനൊരു ദരിദ്രനായ ബ്രാഹ്മണനായിരുന്നു. ഞാൻ ചീര കൃഷി ചെയ്തിരുന്നു. ചോദിച്ചവർക്കെല്ലാം അത് സൗജന്യമായി കൊടുക്കുമായിരുന്നു. എന്നിൽ നിന്ന് അത് സ്വീകരിച്ച ബ്രാഹ്മണരെല്ലാം ധനികരായിരുന്നു. അവർക്ക് ആഹാരത്തിനോ വെള്ളത്തിനോ ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അവർ ആ ഇലക്കറി വില തരാതെ സ്വീകരിച്ചെങ്കിലും ഒരിക്കലും എന്നോട് സഹകരിച്ചില്ല. എന്നോട് ഒരു ദയവും കാണിച്ചില്ല. അവർക്ക് വേണ്ടി ശ്രാദ്ധക്രിയകൾക്കും വിവാഹക്രിയകൾക്കും മറ്റും അവർ എന്നെ അയക്കും. ഗൃഹനാഥന്മാർ ധാരാളം പണവും സമ്മാനങ്ങളും എനിക്ക് തരും. ഇങ്ങനെ എനിക്ക് കിട്ടുന്നതിൽ നിന്ന് 99% എന്നെ അയച്ചവർ പിടിച്ചെടുക്കും. 1% എനിക്ക് തരും. ജോലി ചെയ്യുന്നത് ഞാനും പ്രതിഫലം അവരുടേതും. അതിനു പുറമെ അവർക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ചീര സൗജന്യമായി കിട്ടുകയും ചെയ്യും. അതിയായ ദാരിദ്ര്യമുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ ചീര പതിവ് പോലെ കൊടുത്തുകൊണ്ടിരുന്നു. ആ ഇലക്കറിക്ക് നല്ല സ്വാദുണ്ട് എന്നും എന്നും കഴിച്ചാലും ഒരു കുഴപ്പവും ഉണ്ടാവുകയില്ലെന്നും ആ ബ്രാഹ്മണർ പറയും. കാലചക്രം വേഗത്തിൽ തിരിഞ്ഞുകൊണ്ടിരുന്നു. കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുമ്പോഴും ചീര ദാനം ചെയ്തുകൊണ്ടിരുന്നതിനാൽ ഞാൻ ഈ ജന്മത്തിൽ ഒരു രാജാവായി ജനിച്ചു. എൻ്റെ കയ്യിൽ നിന്ന് ആ ഇലക്കറി സ്വീകരിച്ചിരുന്നവർ എൻ്റെ രാജ്യത്ത് ബ്രാഹ്മണരായി ജനിച്ചു. ഇപ്രകാരം ഞാൻ അവരെക്കാൾ പല മടങ്ങ് പണക്കാരനായും വലിയവനായും ജനിച്ചു. ചീര ദാനം ചെയ്ത് ഞാനൊരു രാജാവായി. അതുകൊണ്ട് ഞാനിപ്പോൾ വളരെയധികം വണ്ടിക്കണക്കിന് ആ ഇലക്കറി ദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ദാനം കൊണ്ട് ഭാവിയിൽ എത്ര മഹത്തായ അവസ്ഥയാണ് എനിക്കുണ്ടാകുക എന്ന് ഞാൻ ചോദിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങ് മാത്രമാണ് അതിന് കൃത്യമായ മറുപടി തന്നത്. രാജാവ് പറഞ്ഞു നിർത്തി.
പിന്നെ ഞാൻ വിശദീകരിച്ചു, രാജാ, അങ്ങയുടെ കഴിഞ്ഞ ജന്മത്തിലെ സാഹചര്യത്തിൽ ചീര വളരെ വിലയേറിയതായിരുന്നു. എന്നാൽ അങ്ങയുടെ ഇപ്പോഴത്തെ ഉയർന്ന പദവിയിൽ അതിൻ്റെ വില നിസ്സാരമാണ്. ഇപ്പോൾ അങ്ങേക്ക് വൈരക്കല്ലുകളും രത്നങ്ങളും സ്വർണവും ദാനം ചെയ്യുവാനുള്ള കഴിവുണ്ട്. എന്നാൽ അങ്ങ് ഇപ്പോഴും ചീരയാണ് ദാനം ചെയ്യുന്നത്. പച്ചിലകൾ ദാനം ചെയ്യുന്നത് കൊണ്ട് അങ്ങേക്ക് കൂടിയാൽ അതിൻ്റെ വിലയുടെ 100 ഇരട്ടിയിൽ അധികം മൂല്യം ലഭിക്കുകയില്ല. രാജാവിന് എൻ്റെ മറുപടി വളരെയധികം ഇഷ്ടമായി. ശ്രീപാദൻ്റെ മഹത്തായ കൃപ കൊണ്ട് കഴുതപ്പുറത്ത് ഇരുത്തി പ്രദർശിപ്പിക്കപ്പെടുക എന്ന വലിയ അപമാനം ഒഴിവായി എന്നത് എനിക്ക് വലിയ സമാധാനമായി. ശുക്ലാംബരധരം വിഷ്ണു എന്ന പവിത്രമായ ശ്ലോകം ബാല്യത്തിൽ തമാശയ്ക്ക് വേണ്ടി തെറ്റായി വ്യാഖ്യാനിച്ചതിന് കഴുതപ്പുറത്ത് സവാരി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. വീണ്ടും കഴുതപ്പുറത്തിരുന്ന് യാത്ര ചെയ്യുക എന്ന മാനക്കേടിൽ നിന്ന് എന്നെ രക്ഷിച്ചതിന് ശ്രീപാദനെ ഞാൻ മനസാ നമസ്കരിച്ചു. അതിനുശേഷം രണ്ടാമത്തെ പരീക്ഷണം തുടങ്ങി. രാജാവിന് വളരെയേറെ പ്രിയപ്പെട്ട ഊമകളുടെ ഭാഷയിലാണ് അത് നടത്തപ്പെട്ടത്. രാജഗുരു എന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. കൈവിരലുകൾ കൊണ്ട് ആംഗ്യം കാട്ടിക്കൊണ്ട് അദ്ദേഹം എന്നോട് 1 2 എന്ന് ചോദിച്ചു. ഞാൻ ഒറ്റയ്ക്കാണോ അതോ കൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണെന്ന് ഞാൻ കരുതി. ഒരു വിരൽ കാണിച്ച് ഞാൻ ഒറ്റയ്ക്കാണ് വന്നതെന്ന് കാട്ടി. പിന്നെ അദ്ദേഹം 3 വിരലുകൾ കാണിച്ചു. എനിക്കത് ഭഗവാൻ ദത്താത്രേയനെ സൂചിപ്പിക്കുന്നതായിരുന്നു. ഞാൻ ദത്തഭക്തനാണോ എന്ന് ചോദിച്ചതായിരിക്കും എന്ന് ഊഹിച്ചു. ഭക്തി സ്വകാര്യമായി സൂക്ഷിക്കേണ്ടതാണ് എന്ന് എനിക്ക് തോന്നി. ഹൃദയത്തിൻ്റെ ഏറ്റവും ഉള്ളിൽ രഹസ്യമായി സൂക്ഷിക്കുന്ന ഒന്നാണ് അതെന്ന് ഞാൻ മുഷ്ടി ചുരുട്ടിപ്പിടിച്ച കൈപ്പടം കാണിച്ചു. അതിന് മറുപടിയായി രാജഗുരു മധുര പലഹാരങ്ങൾ അവ സ്വീകരിക്കണമെന്ന ആംഗ്യത്തോടെ തന്നു. ഞാനത് നിരസിക്കുകയും ഒരു പൊതി അവിൽ കാണിച്ച് അതിൽ നിന്ന് കുറച്ച് അവിൽ അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു. ഞാൻ ഉദ്ദേശിച്ചത് മധുര പലഹാരങ്ങളേക്കാൾ അവിലാണ് എനിക്കിഷ്ടമെന്നും അവർക്കും അതിൻ്റെ പങ്ക് അനുഭവിക്കാമെന്നും ആയിരുന്നു. പിന്നെ രാജഗുരു എന്നെ ഉറക്കെ പ്രശംസിച്ചു. രാജാ, ഒരു മഹാപണ്ഡിതനാണ് ഇദ്ദേഹം. എല്ലാ വേദങ്ങളെയും അധീനമാക്കിയ അറിയപ്പെടുന്ന ഒരു വേദപണ്ഡിതനാണ്. ബധിരന്മാരുടെ ആംഗ്യഭാഷയിൽ ഇദ്ദേഹം നിപുണനാണ്. എനിക്ക് ഇതെല്ലാം അമ്പരപ്പിക്കുന്നതായിരുന്നു. രാജഗുരു തുടർന്നു. രാജാ, ഞാൻ ഇദ്ദേഹത്തോട് ശിവനും കേശവനും ഒന്നാണോ അതോ വ്യത്യസ്തരാണോ എന്ന് ചോദിച്ചു. ഒരു വിരൽ കാണിച്ചുകൊണ്ട് രണ്ടും ഒന്ന് തന്നെയാണെന്ന് ഇദ്ദേഹം പറഞ്ഞു. ത്രിമൂർത്തികൾ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ വ്യത്യസ്തരായി നിലകൊള്ളുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ 3 വിരലുകൾ കാണിച്ചു. തൻ്റെ മുഷ്ടി കാണിച്ചുകൊണ്ട് അദ്ദേഹം 5 വിരലുകളും ഒരുമിച്ച് ഒന്നായി നിൽക്കുന്നില്ലേ എന്ന് മറുപടി നൽകി. ഇദ്ദേഹത്തിന് മധുരപലഹാരങ്ങൾ കൊടുത്തുകൊണ്ട് എന്നെ ശിഷ്യനായി സ്വീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചു. തനിക്ക് ശിഷ്യന്മാരുണ്ടാകുന്നതിൽ താല്പര്യമില്ലെന്നും കുചേലനെ പോലെയുള്ള തൻ്റെ ജീവിതത്തിൽ സംതൃപ്തനാണെന്നും ഇദ്ദേഹം സൂചിപ്പിച്ചു. അങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം എനിക്ക് അവൽ തന്നു. ഞാൻ ആശ്ചര്യപ്പെട്ടു. ഓ, ലോകത്തിൽ മനസ്സുകളെയും ചിന്തകളെയും മനസ്സിലാക്കുന്ന വിധങ്ങൾ എത്രമാത്രം വ്യത്യസ്തങ്ങളാണ്. ഇനി മൂന്നാമത്തെയും അവസാനത്തെയും പരീക്ഷ. രാജഗുരു രുദ്രചമകത്തിൽ നിന്നുള്ള മന്ത്രങ്ങൾ, അതായത് പല ആഗ്രഹങ്ങളും സാധിക്കുവാനായുള്ള ആഗ്രഹത്തിനായി രുദ്രനോട് പ്രാർത്ഥിച്ചുകൊണ്ടുള്ള രുദ്രാധ്യയിലെ ശ്ലോകങ്ങൾ വായിക്കുകയായിരുന്നു. അവയുടെ അർത്ഥം വിവരിച്ച് പറയുവാൻ എന്നോട് ആവശ്യപ്പെട്ടു. ശ്രീവല്ലഭനെ സ്മരിച്ചുകൊണ്ട് എൻ്റെ സൂക്ഷ്മമില്ലാത്ത അറിവ് വെച്ചുകൊണ്ട് ഞാൻ വിസ്തരിക്കുവാൻ തുടങ്ങി. അതിൻ്റെ കുറച്ച് കണക്കുകൾ ഇവിടെ പറയുന്നുണ്ട്. ഏകാചമേ എന്നാൽ 1, ത്രിസ്രശ്ചമേ എന്നാൽ 3, അങ്ങനെ കുറച്ച് കണക്കുകളാണ് പറയുന്നത്. അതിനുശേഷം വേദമന്ത്രങ്ങളിലും രുദ്രചമകത്തിലും സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള നിഗൂഢതകളെ മേൽപ്പറഞ്ഞ വിധം ഞാൻ വിശദീകരിച്ചു. ഈ വിശദീകരണം നമ്മുടെ പൂർവികരുടെ ഗണിതശാസ്ത്രപരമായ പ്രതിഭയെ വെളിപ്പെടുത്തുന്നു. ഗണിതശാസ്ത്രത്തിൻ്റെയും ക്ഷേത്രഗണിതത്തിൻ്റെയും മറ്റ് ശാസ്ത്രീയ നിയമങ്ങളുടെയും പുരോഗതിയെക്കുറിച്ചുള്ള ആധുനിക ധാരണകൾ വേദഗ്രന്ഥങ്ങളിൽ കാണാവുന്നതാണ്. രാജസദസ്സിലെ പണ്ഡിതന്മാർ എൻ്റെ വിശദീകരണത്തെ വളരെയധികം വിലമതിച്ചു. എൻ്റെ വിശദീകരണത്തെപ്പറ്റി എനിക്ക് തന്നെ ആശ്ചര്യം തോന്നി. ഞാൻ ഇതുകൂടി പറഞ്ഞു, ഇതെല്ലാം സൃഷ്ടിക്ക് ഉത്തരവാദികളായ പരമാണുക്കളുടെ നിഗൂഢതകളെക്കുറിച്ചുള്ളതാണ്. ഇത് കണാദ മഹർഷിക്ക് അറിയുമായിരുന്നു. പരമാണുക്കളുടെ എണ്ണത്തിൻ്റെ വ്യത്യസ്തമായ ക്രമീകരണത്തിലൂടെ വിവിധ ലോഹങ്ങൾ രൂപപ്പെടുന്നു. ശ്രീപാദ ശ്രീവല്ലഭൻ്റെ അപാരമായ കാരുണ്യം കൊണ്ട് ഞാൻ മേൽപ്പറഞ്ഞ വിധം അത്ഭുതകരമായി വിചിത്രപുരത്തു നിന്നും പുറത്തു കടന്നു.
ശ്രീപാദരാജം ശരണം പ്രപദ്യേ.